ബിസ്മില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സ്വമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അൽഹംദുലില്ലാഹില്ലദീ ഖലഖൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം വനസബ ലഹുൽ അദില്ലത അലാ തൗഹീദിഹി ഫീ കുല്ലി സമാനിൻ വഹീൻ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഫതറൻ നാസ അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു ബഅസഹുല്ലാഹു ലിയുതമ്മിമ മകാരിമൽ അഖ്ലാഖ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചും അവൻ്റെ കൽപ്പനകളനുസരിച്ചും ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന ഫിത്രത്തിനെ കുറിച്ച്, ആ ഫിത്രത്തനുസരിച്ച്, ആ പ്രകൃതത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചാണ് ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും വിശുദ്ധ റമളാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിന് വലിയ പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. എന്താണ് ഖുർആൻ പറയുന്ന ഫിത്തുറ? ഫിത്തുറ, ശുദ്ധ പ്രകൃതം, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനുഷ്യൻ്റെ ഉള്ളിൽ അള്ളാഹു നിക്ഷേപിച്ച നൈസർഗികമായ, സ്വച്ഛമായ, ശരിയായ, നേരായ, വളവില്ലാത്ത, വക്രതയില്ലാത്ത പ്രകൃതത്തെയാണ്, നൈസർഗികമായ പ്രകൃതത്തെയാണ് ഫിത്ര എന്ന് വിളിക്കുന്നത്. ജനിക്കുമ്പോൾ തന്നെ ഓരോ കുഞ്ഞും ഈ ശുദ്ധമായ പ്രകൃതവുമായാണ് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ. അല്ലയോ മനുഷ്യ, നീ നിൻ്റെ മുഖത്തെ ഏകാഗ്രതയോടുകൂടി ദീനിനു നേരെ ഉറപ്പിച്ചു നിർത്തുക, ദീനിനനുസരിച്ച് നിന്നെ രൂപപ്പെടുത്തുക, ദീനി പ്രകൃതത്തോടുകൂടി നിൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അള്ളാഹു സ്നേഹിക്കുന്ന, അള്ളാഹുവിൻ്റെ റസൂല് പൊരുത്തപ്പെടുന്ന ആ ഒരു പ്രകൃതത്തെ, അതിനെയാണ് ഫിത്രത്തുല്ലാഹ്, അള്ളാഹു സൃഷ്ടിച്ച ശരിയായ സ്വച്ഛമായ പ്രകൃതം എന്ന് ഖുർആൻ വിളിക്കുന്നത്. ഫിത്രത്തല്ലാഹില്ലത്തി ഫത്തറന്നാസ അലൈഹ. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഏത് പ്രകൃതിയിലാണോ ആ പ്രകൃതിയിൽ, ആ പ്രകൃതത്തിൽ നിലകൊള്ളുക. ലാ തബ്ദീല ലിഖൽഖില്ലാഹ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിഘടന മാറ്റമില്ലാത്തതാണ്. ദാലിക ദീനുൽ ഖയ്യിം. അങ്ങനെ ആ ശുദ്ധ പ്രകൃതത്തിൽ നിൻ്റെ ജീവിതത്തെ അമൂലാഗ്രം ഉറപ്പിച്ചു നിർത്തുകയാണ് ദീനിൻ്റെ താല്പര്യം. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ദീൻ സംസാരിക്കുന്നത്. വലക്കിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. പക്ഷേ അധിക ജനവും ഈ കാര്യം അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നില്ല എന്നതാണ് നമ്മൾ കാണുന്ന ഒരു കാര്യം. അപ്പോൾ ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്ന ഈ പ്രകൃതം, കുല്ലു മൗലൂദിൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഓരോ കുട്ടിയും ജനിച്ചു വീഴുന്നത് ഈ പ്രകൃതത്തോടു കൂടിയാണ്. സത്യത്തോട് പ്രതിബദ്ധതയുള്ള, നന്മയോട് ആഭിമുഖ്യമുള്ള, അനീതിയോടും ദുൽമിനോടും എതിരു നിൽക്കുന്ന, ഒരനീതിയെയും പിന്താങ്ങാൻ കഴിയാത്ത, എല്ലാ അനീതികൾക്കെതിരെയും പോരാട്ടത്തിൻ്റെ മനസ്സുള്ള ഈ പ്രകൃതത്തെ ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ഈമാനിൻ്റെ താല്പര്യമാണ്. ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഈ ഫിത്രക്ക് വിരുദ്ധമായി അവനിൽ പലതരം സ്വഭാവങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്, അവൻ്റെ മതത്തെ
ഈ ശുദ്ധപ്രകൃതത്തിന് വിരുദ്ധമായ ബോധ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അവൻ്റെ സ്വഭാവത്തിലും പ്രകൃതത്തിലും പെരുമാറ്റത്തിലും അവൻ്റെ സംസ്കാരത്തിലും അവൻ്റെ ജീവിതശൈലിയിലും അവൻ്റെ നാഗരിക ബോധത്തിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് മാതാപിതാക്കളോ ചുറ്റുപാടോ ഒക്കെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഈ ഫിത്ര എന്ന് പറയുന്നത് നന്മയെ സ്നേഹിക്കുവാനുള്ള കഴിവിൻ്റെ പേരാണ്. എല്ലാ നന്മയെയും പിന്തുണക്കാനുള്ള മനുഷ്യൻ്റെ ശേഷിയുടെ പേരാണ്. അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള ഒരു കഴിവാണ്. അള്ളാഹുവിന് ജീവിതത്തിൻ്റെ മറ്റെന്ത് താല്പര്യങ്ങളെക്കാളും അള്ളാഹുവിന് മുൻഗണന നൽകുവാനുള്ള കരുത്തിൻ്റെ പേരാണ്. എന്നാൽ ബാഹ്യമായ സാഹചര്യങ്ങൾ, സമൂഹത്തിൽ ഇങ്ങനെ പതിയിരിക്കുന്ന പലതരം കാഴ്ചപ്പാടുകളും പ്രസ്ഥാനങ്ങളും ആശയങ്ങളും മനുഷ്യനെ തെറ്റായ ജീവിത രീതികളിലേക്ക് വഴി നടത്തുകയും ഈ ഫിത്രക്ക് ഘടകവിരുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് മനുഷ്യനെ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. അഥവാ വളരെ ശുദ്ധ പ്രകൃതത്തിൽ ജനിച്ച് വീണ് ജീവിച്ച് വളർന്നു വരേണ്ടുന്ന ഒരാൾ ഇത്തരം കാര്യങ്ങളാൽ ഈ ശുദ്ധ പ്രകൃതത്തിന് മുകളിൽ കറകൾ വീഴും എന്ന് നമ്മൾ തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ ഈ ഫിത്ര, ഈ പ്രകൃതം എന്ന് പറയുന്നത് ഇന്നൽ ഫിത്രത ഹിയസ് ബഗത്തുൽ അല്ലത്തി ഖലഖല്ലാഹു നാസ അലൈഹ, അള്ളാഹു സൃഷ്ടിച്ച ജീവിതത്തിൻ്റെ നൈസർഗികമായ വർണ്ണമാണ് ഈ ഫിത്ര എന്ന് പറയുന്നത്. ഇത് മൈലുൻ തബീഇയുൻ ലിത്തൗഹീദ്, തൗഹീദിന് നേരെ അള്ളാഹുവിൻ്റെ ദീനിനോടുള്ള നന്മ നിറഞ്ഞ ആ ഒരു ചായ്വിനെയാണ് ഈ പ്രകൃതം എന്ന് പറയുന്നത്. വഹുബ്ബുൽ ഖൈർ, എല്ലാ ഖൈറിനോടുമുള്ള ഹുബ്ബിനെയാണ്, സ്നേഹത്തെയാണ് ഈ ഫിത്രത്ത് എന്ന് വിളിക്കുന്നത്. വകുർഹുൽ ളുൽം, ലോകത്ത് ഇസ്ലാം വിരുദ്ധമായ ശക്തികൾ മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന എല്ലാതരം അനീതികളെയും അതിക്രമങ്ങളെയും എതിർക്കുവാനുള്ള ഒരു മനസ്സിൻ്റെ പേരാണ് ഈ പ്രകൃതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫമൻ ഹാഫള അലാ നഖാഇ ഫിത്രത്തിഹി, ആരെങ്കിലും ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ, ഒരു മനുഷ്യൻ അവൻ ജനിച്ചു വീണ ഈ പ്രകൃതത്തെ കാത്തു സൂക്ഷിക്കുന്നതിൽ പ്രതിബദ്ധത കാണിച്ചാൽ ഇഹ്തദാ ഇലാ നൂരി റബ്ബിഹി, നിശ്ചയം അവനവൻ്റെ റബ്ബിൻ്റെ പ്രകാശത്തിലേക്ക് വഴി നടത്തപ്പെടും. ജീവിതത്തിൻ്റെ ഓരോ രംഗത്തും അള്ളാഹുവിൻ്റെ പ്രകാശം നമ്മെ പൊതിയും, അള്ളാഹുവിൻ്റെ വെളിച്ചം നമുക്കുണ്ടാകും. ആ വെളിച്ചത്തിലൂടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നിലപാടുകളെടുത്ത് സമീപനങ്ങൾ സ്വീകരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, തിന്മയെ വെറുക്കാനും നന്മയെ സ്നേഹിക്കാനുമുള്ള ഈ കഴിവിനെ ഖുർആൻ അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് വിശേഷിപ്പിക്കുന്നു. ഇത് മാറ്റമില്ലാത്ത ഒരു ദൈവിക നിയമമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ഒരു നിധിയാണ് ഈ ഫിത്ര അഥവാ നൈസർഗിക പ്രകൃതം എന്ന് പറയുന്നത്. നന്മയെ സ്നേഹിക്കാനും തിന്മയെ വെറുക്കാനും അള്ളാഹുവിനെ തിരിച്ചറിയാനും മനുഷ്യനുള്ളിൽ അള്ളാഹു നിക്ഷേപിച്ച ഒരു സോഫ്റ്റ്വെയറാണത്. അള്ളാഹു പറയുന്നുണ്ട്, ഈ ഫിത്രയെ നാം നശിപ്പിച്ചാൽ, ഈ ഫിത്രയെ സ്വച്ഛമായിട്ട് നിലനിർത്തുന്നതിൽ ഓരോരുത്തരും, ഓരോ വ്യക്തിയും, ഓരോ ആണും പെണ്ണും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അത് നമ്മെ അപകടപ്പെടുത്തും. നമ്മൾ ജീവിതത്തിൻ്റെ പല വശങ്ങളിൽ ഇങ്ങനെ കേടായി വരും. നമ്മുടെ സ്വഭാവം കേടാകും, നമ്മുടെ സമീപനം കേടാകും, നമ്മുടെ ഭൗതിക ജീവിതം കേടാകും, നമ്മുടെ സമ്പത്ത് അശുദ്ധമാകും, നമ്മുടെ സംസ്കാരം അശുദ്ധമാകും, നമ്മുടെ നാഗരിക ബോധം അശുദ്ധമാകും. അനീതികൾക്കെതിരെ നമ്മൾ കണ്ണടക്കും. നിരാലംബരും നിർധനരും നിസ്സഹായരുമായ മനുഷ്യർ നമ്മളുടെ ഒരു വിഷയമല്ലാതായിട്ട് മാറും. ഇതൊക്കെ നമ്മുടെ ശുദ്ധപ്രകൃതത്തിന്, ഇസ്ലാമിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ വികലമായി പോകും. എന്നിട്ട് നമ്മൾ ഇസ്ലാം എന്ന് വിശ്വസിക്കുന്ന ചില കാര്യങ്ങളിൽ നമ്മളിങ്ങനെ കെട്ടിയിടപ്പെടും. ഇസ്ലാമിനെക്കുറിച്ചുള്ള വിശാലമായ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ ജീവിതത്തെ വികസിപ്പിക്കുന്നതിന് ഒരു പക്ഷേ നമ്മളുടെ മതബോധം തന്നെ തടസ്സമായിട്ട് മാറും. നമ്മളുടെ സംഘടനാ പക്ഷപാതിത്വങ്ങൾ തടസ്സമായിട്ട് മാറും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ ഫിത്രയെ നശിപ്പിക്കുന്ന ഘടകങ്ങളെ, അത്തരം ആന്തരികവും ബാഹ്യവുമായ പ്രചോദനങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ദേഹേച്ഛകളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം.
അവയെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, നമ്മുടെ മനസ്സിനെ വിശ്വാസത്തിലും പ്രവാചകനിലും റബ്ബിലും ഉറപ്പിച്ചു നിർത്തുന്നതിൽ നാം വിജയിക്കുന്നില്ലെങ്കിൽ അത് നമ്മെ സർവനാശത്തിലേക്ക് നയിക്കും, ദുനിയാവിലും ആഖിറത്തിലുമെന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അതിനാൽ മനസ്സിനെ ശുദ്ധീകരിക്കണം, മനസ്സിനെ വികലപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ സാധിക്കണം. അവർക്കാണ് വിജയിക്കാൻ കഴിയുക. മനസ്സിൻ്റെ നിയന്ത്രണം, മനസ്സിൻ്റെ അച്ചടക്കം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അന്നഫ്സു അമ്മാറത്തും ബിസ്സൂഇ മാ ലം തുൽജം ബിളവാബിത്തി ശർ. ഇസ്ലാം പഠിപ്പിച്ച ശരിയായ മൂല്യങ്ങളെയും ഇതിനെയൊക്കെ അട്ടിമറിച്ച് തിന്മയുടെ വഴിയിൽ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നതാണ് മനസ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വൽ ഫിത്രത്തു സലീമത്തു തതതല്ലബു തസ്കിയത്തൻ നഫ്സ്, ഈ നഫ്സിനെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് ഈ ശുദ്ധ പ്രകൃതം നിലനിർത്തുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വമുജാഹദത്തുൽ ഹവ, ഈ ശുദ്ധ പ്രകൃതത്തിൽ നിന്ന് നമ്മെ അടർത്തിക്കളയുന്ന ദേഹേച്ഛയുടെ വികാരങ്ങളെ പിടിച്ചു നിർത്താനുള്ള മുജാഹദ, നിരന്തരമായ പോരാട്ടം, നിരന്തരമായ ത്യാഗപരിശ്രമങ്ങൾ ഓരോ മുസ്ലിമിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. ഫഇന്ന തഖ്വിയത്തുൽ ഈമാനി ബിൽ അമലി സ്വാലിഹ്, നല്ല നല്ല കർമ്മങ്ങളിലൂടെ നമ്മുടെ ഇബാദത്തുകൾ തുടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം വരെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു മുഅ്മിനിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സകല അടരുകളെയും ഈമാൻ പലതരം പ്രവർത്തനങ്ങളിലൂടെ ഈമാനികമായി ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ ഒരു സത്യവിശ്വാസിക്ക് സാധിക്കണം. വൽ ബുഅ്ദ അനിശ്ബുഹാത്തി വശഹവാത്ത്, ദേഹേച്ഛകളിൽ നിന്നും സന്ദേഹങ്ങളിൽ നിന്നും സംശയങ്ങളിൽ നിന്നും അറിവില്ലായ്മയിൽ നിന്നും അകന്നു നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഇതാണ് ഹിയ സബീലു ലിഹിമായത്തി ഹാദിഹിൽ ഫിത്രത്തി മിനൽ ഇക്തിബാസ് ഇന്തികാസ്. ഈ ഫിത്രയെ സംരക്ഷിക്കുവാനുള്ള വഴി ഇപ്പറയപ്പെട്ടതാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ ഫിത്ര നിലനിർത്താൻ നാം ചെയ്യേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്, പ്രായോഗികമായ കാര്യങ്ങൾ. അതിലൊന്ന് തസ്കിയത്തുൻ നഫ്സാണ്. മോശമായ ചിന്തകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും മനസ്സിനെ തടയുക, ഫിത്രയുടെ ചര്യകൾ പിൻപറ്റുക. റസൂലുള്ളാഹി ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ശാരീരികമായ ശുദ്ധി ഫിത്രയുടെ ഭാഗമാണ്. ഹംസും മിനൽ ഫിത്ര, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. 5 കാര്യങ്ങൾ ഫിത്രയിൽപ്പെട്ടതാണ്, നമ്മൾ നിസ്സാരമെന്ന് പറയുന്ന. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ മുതൽ ഞാൻ നേരത്തെ പറഞ്ഞ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം വരെ, മനുഷ്യർക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ വരെ, ഇസ്ലാമിൻ്റെ അന്തസ്സും മുസ്ലിം ഉമ്മത്തിൻ്റെ ക്രാമത്തും വീണ്ടെടുക്കാനുള്ള പോരാട്ടങ്ങൾ വരെ, അതിജീവനത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പലതരം പരിശ്രമങ്ങൾ വരെ, നമ്മുടെ മാധ്യമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ, നമ്മുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എല്ലാറ്റിനെയും ഈ ഫിത്രത്ത് നിലനിർത്തുവാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഹംസും മിനൽ ഫിത്ര അൽ ഖിത്താൻ വൽ ഇസ്തിഹ്ദാദ് വതഖ്ലീമുൽ അദ്ഫാർ വനത്ഫുൽ ഇബ്ത് വകസ്സുശാരിബ്. 5 കാര്യങ്ങൾ ഫിത്രയിൽപ്പെട്ടതാണ്. കിത്താൻ ചെയ്യുക, സുന്നത്ത്, നമ്മൾ സുന്നത്ത് കല്യാണം എന്ന് പറയുന്ന സുന്നത്ത് കഴിക്കുക, ഗുഹ്യഭാഗത്തെ രോമങ്ങൾ നീക്കുക, നഖം വെട്ടുക, കക്ഷത്തിലെ രോമം നീക്കുക, മീശ വെട്ടുക. അപ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ഈ കാര്യങ്ങൾ മുതൽ വളരെ ഉന്നതമായ അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ജിഹാദ് ഉൾപ്പെടെയുള്ള പോരാട്ടങ്ങൾ വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. അത്തരമൊരു പ്രവർത്തനത്തിൻ്റെ അജണ്ട കൂടിയാണ് ഫിത്രയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് സത്യസന്ധത ശീലിക്കാൻ നമുക്ക് സാധിക്കണം. സിദ്ഖ് എന്ന മൂല്യത്തെ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്നു. കള്ളം പറയുന്നതും വഞ്ചിക്കുന്നതും ഫിത്രക്ക് വിരുദ്ധമാണ്. അത് മനസ്സിനെ അശാന്തമാക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും, നമ്മുടെ തലമുറകൾക്കും ഫിത്രയിൽ നിന്ന് ആ തലമുറയെ വെട്ടിമാറ്റുന്നതിന് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ശക്തികളുണ്ട്. ഫിത്രക്ക് വിരുദ്ധമായ ധാരാളം പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപിക്കുന്നുണ്ട്. പ്രകൃതി വിരുദ്ധമായ ബന്ധങ്ങളുണ്ട്, അധാർമികമായ ജീവിത രീതികളുണ്ട്. ഇതൊക്കെ നമ്മുടെ ഫിത്രയെ തകർക്കുമെന്ന് തിരിച്ചറിയാൻ സാധിക്കണം.
അതിനാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് നമ്മുടെ മനസ്സിനെ പരുവപ്പെടുത്തുക. ഫിത്രയുടെ ചര്യകൾ, പ്രവാചകൻ പഠിപ്പിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ ആ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. നാം നമ്മെ മുഹാസബ നടത്തിക്കൊണ്ടിരിക്കണം. റാജ് നഫ്സക യൗമിയൻ, നിൻ്റെ നഫ്സിനെ നീ ദിവസവും പരിശോധിക്കുക, റിവ്യൂ ചെയ്യുക. ഓരോ ദിവസവും നമ്മുടെ പ്രവൃത്തികൾ ഫിത്രക്ക് അനുസൃതമാണോ അതോ തെറ്റായ ആഗ്രഹങ്ങൾക്ക് പിന്നാലെയാണോ എന്ന് നാം ചിന്തിക്കുക. നമ്മുടെ ആരാധനകൾ, നിസ്കാരവും ദിക്റും ദുആകളും മനുഷ്യൻ്റെ ആത്മാവിനെ അതിൻ്റെ യഥാർത്ഥ വിശുദ്ധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങളിൽ നമുക്ക് അലംഭാവമുണ്ടോ, നമുക്ക് പ്രശ്നങ്ങളുണ്ടോ, നമുക്ക് ശ്രദ്ധക്കുറവുണ്ടോ, ഗഫ്ലത്ത് നമ്മെ പിടികൂടുന്നുണ്ടോ, ദിക്റിൽ നിന്ന് നാം തെറ്റിപ്പോകുന്നുണ്ടോ, അള്ളാഹു എന്ന ഒരു ബോധത്തിൽ നാം വഴിമാറിപ്പോകുന്നുണ്ടോ എന്ന് ആലോചിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ക്ഷമ, സബ്ർ എന്ന് പറയുന്നത് നമ്മുടെ ഫിത്രത്തിനെ അള്ളാഹുവിനോട് ചേർത്ത് കെട്ടി മുന്നോട്ട് പോകാൻ നമുക്ക് കരുത്ത് നൽകുന്ന കാര്യമാണ്. ദേഷ്യം വരുമ്പോഴും, വികാരങ്ങൾ തള്ളിക്കയറുമ്പോഴും, ആഗ്രഹങ്ങൾ തള്ളിക്കയറുമ്പോഴും മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കരുത്ത്. ലിബറലിസത്തിൻ്റെ ആഞ്ഞുതള്ള് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പുതിയ തലമുറ ഉൾപ്പെടെ നമുക്കെല്ലാവർക്കും സബ്റോടുകൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാം റമളാനിനെ വരവേൽക്കാൻ തയ്യാറെടുക്കുകയാണ്. റമളാൻ എന്നത് സത്യത്തിൽ നമ്മുടെ ഫിത്ര വീണ്ടെടുക്കാനുള്ള പരിശീലനമാണ് എന്ന് നാം തിരിച്ചറിയണം. നോമ്പൊരു കടിഞ്ഞാണാണ്. ഭക്ഷണവും പാനീയവും വികാരങ്ങളും നിയന്ത്രിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിന് നാം പരിശീലനം നൽകുകയാണ്. അള്ളാഹു കൽപ്പിച്ചാൽ എനിക്ക് ഹലാലായ കാര്യങ്ങൾ പോലും ഉപേക്ഷിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഞാൻ ഹറാമുകളിലേക്ക് നീങ്ങുക? ഈ ബോധമാണ് റമളാൻ വരാനിരിക്കുന്ന അള്ളാഹുവിൻ്റെ അതിഥി വിശുദ്ധ റമളാൻ നമുക്ക് പകർന്നു നൽകുന്നത്. പാപങ്ങളിൽ നിന്നുള്ള മോചനം, നമ്മുടെ തെറ്റുകൾ കാരണം ഫിത്രയിൽ വീണ കറകൾ മായ്ച്ചു കളയാനുള്ള അവസരമാണ് റമളാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവൻ്റെ മുൻകാല പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പോൾ നോമ്പിന് മുമ്പ് തന്നെ, ശഅബാൻ പകുതി പിന്നിട്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ശഅബാനിനെ ഉപയോഗപ്പെടുത്തി റമളാനിലേക്ക് ശുദ്ധപ്രകൃതത്തോടുകൂടി, ഈ പ്രകൃതത്തിൽ ഒരു കറയുമില്ലാതെ ഓരോ മുഅ്മിനിനും അവരുടെ കുടുംബത്തിനും ഇസ്ലാമിക ഉമ്മത്തിന്, മുസ്ലിം ഉമ്മത്തിന് ആകമാനവും റമളാനിലേക്ക് പോകാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയ ഒരു വിജയമായിരിക്കും, ഒരു തിരിച്ചു വരവായിരിക്കും. അത് നമ്മളുടെ അതിജീവനത്തിനും മുന്നോട്ട് പോക്കിനുമുള്ള ഒരു കരുത്തായിരിക്കുമെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. സംസാരത്തിലെ അച്ചടക്കം, നോമ്പുകാരൻ ഫിത്രക്ക് നിരക്കാത്ത ചീത്തവാക്കുകളോ കള്ളമോ പറയരുത്. ദേഷ്യം വന്നാൽ പോലും അനസ്വാഇം, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് പിന്മാറുന്ന സംസ്കാരം, ഇതാണ് യഥാർത്ഥത്തിലുള്ള സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇതിലൂടെ നമ്മുടെ ഫിത്രത്തിനെ, നമ്മുടെ പ്രകൃതത്തെ അള്ളാഹു ചേർത്ത് പിടിക്കുന്ന നമ്മുടെ ശുദ്ധതയെ നമുക്ക് കരുത്തുറ്റതാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ റമളാനിൽ നമ്മുടെ ലക്ഷ്യം കേവലം പട്ടിണി കിടക്കലല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ഫിത്രയെ ഉണർത്തുകയും നമ്മുടെ ശുദ്ധ പ്രകൃതത്തെ, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ആ പ്രകൃതത്തെ, ആ സ്വച്ഛതയെ തിരിച്ചു പിടിക്കുകയും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ള അഴുക്കുകളെ കഴുകിക്കളയുകയും ഈ ശുദ്ധ പ്രകൃതത്തിന്, ഈ ശരിയായ പ്രകൃതത്തിന് വിരുദ്ധമായ സമീപനങ്ങളും കാഴ്ചപ്പാടുകളും ബോധങ്ങളും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ തട്ടിക്കളയുകയും എന്നിട്ട് അള്ളാഹു പൊരുത്തപ്പെടുന്ന, അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ കൊതിയോടുകൂടി കാത്തിരിക്കുന്ന ഒരു മുഅ്മിനായിട്ട് മാറാൻ പരിശ്രമിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് അനാവശ്യമായ കാഴ്ചകൾ, അനാവശ്യമായ കേൾവികൾ, പിന്നെ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലെ അസമയത്ത് ചെലവഴിക്കലുകൾ, ഇവയൊക്കെ നിയന്ത്രിച്ച് റമളാനിലേക്ക് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ അതി നുഫൂസനാ വതഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. അല്ലാഹുമ്മ അരിനൽ ഹഖ്ക ഹഖ്കൻ വർസുഖ്നാ ഇത്തിബാഅ വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്നാ ഇജ്തിനാബ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.